നമസ്കാരം. കർക്കിടക മാസത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ മാസത്തെ വളരെ മനോഹരമായ മഴയാണ്. പക്ഷേ ഈ മഴയും തണുപ്പും തുടങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദന, കൈകാലുകൾക്ക് ഒരു മുറുക്കം, ക്ഷീണം, ചർമ്മം വരണ്ടു പോകുന്നത്, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ പലർക്കും ഈ സമയത്ത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. അതിനാലാണ് നമ്മുടെ പഴമക്കാർ കർക്കിടക മാസത്തെ ഒരു റീചാർജ് മാസം പോലെ കണ്ടിരുന്നത്. കർക്കിടക കഞ്ഞി കുടിക്കണം, പഥ്യം പാലിക്കണം, രാമായണം വായിക്കണം, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യത്തോടെ അവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യമുണ്ട്: എണ്ണ തേച്ച് കുളിക്കൽ. സത്യത്തിൽ ഒരു സാധാരണ കുളിയല്ല, ശരീരത്തിന് കൊടുക്കുന്ന ഒരു ആയുർവേദ സ്പാ ട്രീറ്റ്മെന്റ് ആണ്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്ന ശീലങ്ങളെയും നമ്മുടെ പഴമക്കാർ പിന്തുടർന്നിരുന്ന രീതികളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടി തേടുന്നതാണ് നല്ലത്. കർക്കിടക മാസത്തിൽ എണ്ണ തേച്ച് കുളിക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയോ ശുദ്ധമായ വെളിച്ചെണ്ണയോ ആണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ പഴയ കാലത്ത് ഒരു രീതി ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയിൽ ചെമ്പരത്തിപ്പൂ, തുളസി, കറിവേപ്പില, കരിഞ്ചീരകം, ബ്രഹ്മി, കറ്റാർവാഴ ഇങ്ങനെ കുറച്ച് ഔഷധ സസ്യങ്ങൾ ചേർത്ത് കാച്ചി സൂക്ഷിക്കും. ആ എണ്ണയുടെ മണം മാത്രം മതി, ഒരു പ്രത്യേക ഫീൽ ആണ്. എണ്ണ എങ്ങനെ തേക്കണം? പലരും തലയിൽ മാത്രം എണ്ണ തേച്ചിട്ട് കുളിക്കും. പക്ഷേ ആയുർവേദം പറയുന്നത് തല, ചെവി, കഴുത്ത്, തോൾ, കൈകൾ, പുറം കാലുകൾ, പ്രത്യേകിച്ച് പാദങ്ങളിൽ നന്നായി എണ്ണ മസാജ് ചെയ്യണം എന്നാണ്. പാദങ്ങളിൽ എണ്ണ പുരട്ടുന്നത് നല്ല ഉറക്കത്തിനും ശരീരത്തിന് റിലാക്സ് ഫീൽ കിട്ടാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി കുളിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും നല്ല ചൂടുവെള്ളം തലയിലും ഒഴിക്കും. പക്ഷേ അതല്ല നല്ലത്. തലയ്ക്ക് സാധാരണ തണുത്ത വെള്ളമോ സാധാരണ താപനിലയിലുള്ള വെള്ളമോ മതി. ശരീരത്തിൽ മാത്രം ഇളം ചൂടുവെള്ളം ഉപയോഗിക്കും. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്ന ശീലവും ഒഴിവാക്കണം. ഇനി ഒരു ചെറിയ ടിപ്പ് പറയാം. എല്ലാ ദിവസവും മുഴുവൻ ശരീരത്തിൽ എണ്ണ തേക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും തലയിൽ കുറച്ച് എണ്ണ പുരട്ടൂ, പാദത്തിൽ കുറച്ച് എണ്ണ മസാജ് ചെയ്യൂ. ഇതുപോലും ഒരു നല്ല ശീലമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പഴയ തലമുറ പറഞ്ഞ പല കാര്യങ്ങൾക്കും പിന്നിൽ നല്ലൊരു കാരണം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതൊക്കെ മറന്നുപോയി. ഈ കർക്കിടക മാസമെങ്കിലും അത്തരം നല്ല ശീലങ്ങളിൽ ഒന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാം. നിങ്ങളുടെ വീട്ടിൽ കർക്കിടക മാസത്തിൽ എന്തൊക്കെ പ്രത്യേക ചിട്ടകളാണ് പാലിക്കുന്നതെന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരേക്കും നന്ദി.